ലോക ചാപ്റ്റർ 1 ചന്ദ്ര മോളിവുഡിൽ നിന്നും പാൻ ലെവലിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന വെൽ എക്സിക്യൂട്ടഡ് ഐറ്റം. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഡൊമിനിക് അരുൺ ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ചുമ്മാ ഒരു യൂണിവേഴ്സ് തട്ടിക്കൂട്ടുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. കൃത്യമായ പ്രീ പ്ലാൻഡോട് കൂടി തന്നെയാണ് ഡൊമിനിക് അരുൺ ഈ ഒരു ടോട്ടൽ പടം ചെയ്തിരിക്കുന്നത്. പടത്തിന്റെ ടൈറ്റിൽ ആനിമേഷനിൽ തന്നെയുണ്ട് ഈ യൂണിവേഴ്സ് എന്താണെന്നും ആരൊക്കെ യൂണിവേഴ്സിൽ ഉണ്ടെന്നും. ഈ പടത്തിലുള്ള ക്യാമിയോസും ക്യാരക്ടേഴ്സും എല്ലാം ആ ആനിമേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കല്യാണി തന്നെയാണ് പടത്തിന്റെ ഷോ സ്റ്റീലർ. ആ കഥാപാത്രത്തിന്റെ ഓറ ഒട്ടും നഷ്ടപ്പെടാണ്ട് തുടക്കം മുതൽ അവസാനം വരെ കല്യാണി ചെയ്തിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ ഇമോഷൻസ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും ലുക്ക് ആണെങ്കിലും എല്ലാം കല്യാണിയുടെ കയ്യിൽ വളരെ ഭദ്രം തന്നെയായിരുന്നു. പിന്നെ നസ്ലിനും അരുണും ചന്തുവും അടങ്ങുന്ന ആ ഗ്യാങ് ത്രൂ ഔട്ട് അവരും ആ പടത്തിൽ നന്നായിരുന്നു. കൂടുതലും ഇവരെ എല്ലാവരും ഒരു കോമഡി സീൻ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഈ പടത്തിന്റെ ഏറ്റവും ഹൈ പോസിറ്റീവും സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ക്യാരക്ടേഴ്സ് വരുന്നതും കഥ ഡെവലപ്പ് ആവുന്നതും എല്ലാം സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. ഈ പടത്തിനെ കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല. എന്ത് പറഞ്ഞാലും സ്പോയിലർ ആയി പോകും. അത് അറിഞ്ഞിട്ട് നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. ഒരു കാര്യം പറയാം, നമ്മൾ കേട്ടുമടുത്ത അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിത്ത്, ആ മിത്ത് ഈ പടത്തിന്റെ പ്രധാന പ്ലോട്ടുമായി നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പടത്തിൽ ആ ഒരു പോർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഈ ഒരു പ്ലോട്ട് ഇങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു എന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് അരുൺ ഈ ഒരു പടത്തിൽ ആ ഒരു പ്ലോട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. നിമിഷ് രവിയുടെ ഛായാഗ്രഹണം അത് ഈ പടത്തിനെ വേറൊരു തലത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു. മിക്കപ്പോഴും നമ്മളൊരു DC അല്ലെങ്കിൽ മാർവൽ യൂണിവേഴ്സിൽ എത്തിയ പോലെ തോന്നും. കളർ ഗ്രേഡിംഗ് ഒക്കെ വളരെ മികച്ചതായിരുന്നു. നൈറ്റ് ഷോട്ട്സ് ആയിരുന്നു. നൈറ്റ് ഷോട്ടിൽ വരുന്ന കളർ കോമ്പിനേഷൻസും എല്ലാം ശരിക്കും ഒരു DC യൂണിവേഴ്സ് പോലെ തന്നെയായിരുന്നു. പിന്നെ ജെക്സ് ബിജോയ് കൂടുതലൊന്നും പറയണ്ടല്ലോ, അടിപൊളിയായിട്ട് തന്നെ പുള്ളി ആ മ്യൂസിക് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്റർവെലിന് തൊട്ട് മുന്നുള്ള ആ ഒരു 30 മിനിറ്റ് ജെക്സ് ബിജോയുടെ ഒരു കത്തിക്കൽ തന്നെയായിരുന്നു. ടോട്ടൽ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ഫസ്റ്റ് ഹാഫ് എനിക്ക് ചെറുതായിട്ട് ലാഗ് തോന്നിയിരുന്നു. ആ ടൈറ്റിൽ കാർഡ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മെയിൻ പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ വരെ ചെറുതായിട്ട് എനിക്കൊരു ലാഗ് തോന്നിയിരുന്നു. ആ ലാഗ്നെസ് മാറിയത് ആ മെയിൻ പ്ലോട്ടിലേക്ക് കടന്നതിന് ശേഷമാണ്. പിന്നെ നിങ്ങളൊരു മാർവൽ ഫാനോ അല്ലെങ്കിൽ DC ഫാനോ ആണെങ്കിലോ മിഡ് ക്രെഡിറ്റ് സീനോ പോസ്റ്റ് ക്രെഡിറ്റ് സീനോ വലിയ ഇമ്പാക്ട് തരില്ല. കാരണം നമ്മളത് എല്ലാ പടങ്ങളിലും കണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത് കിടിലനായിരുന്നു. ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു സിനിമ അണിയിച്ചൊരുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരുപക്ഷെ ഡയറക്ടറുടെ വിഷന് കൂടെ തന്നെ പ്രൊഡക്ഷൻ ടീമും നിന്നിട്ടുണ്ട്. കാരണം അത് ഈ പടത്തിന്റെ ത്രൂ ഔട്ട് ഔട്ട്പുട്ടിൽ നിന്നും വ്യക്തമാണ്. അത്രയ്ക്ക് കിടിലനായിട്ട് തന്നെയാണ് ഈ പടത്തിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. എല്ലാവരും ഈ പടം മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.